തെക്കേ അമേരിക്കയുടെ ആമസോൺ പ്രദേശത്തെ വലിയൊരു വനപ്രദേശമാണ് ആമസോൺ കാടുകൾ. ഭൂമിയുടെ ശ്വാസകോശം എന്നാണിത് അറിയപ്പെടുന്നത്. ലോകത്ത് അവശേഷിച്ചിട്ടുള്ള മഴക്കാടുകളുടെ പകുതിയും ആമസോണിലാണ്. ഉഷ്ണമേഖലാ മഴക്കാടുകളിലെ ഏറ്റവും ജൈവവൈവിധ്യമായ മഴക്കാടും ഇതുതന്നെയാണ്. ഭൂമിയുടെ 6% മുതൽ 9% വരെ ഓക്സിജൻ നൽകുന്നത് ആമസോൺ കാടുകളാണ്. എല്ലാവർക്കും നിമ്മീസ് വ്ലോഗിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ കേരളത്തിന്റെ 138 ഇരട്ടി വലുപ്പമുണ്ട് ആമസോൺ കാടുകൾക്ക്. ഇതിന്റെ 60% ബ്രസീലിലാണെങ്കിലും ആകെ 9 രാജ്യങ്ങളിലായി ഇത് വ്യാപിച്ചു കിടക്കുന്നു. അതായത് സൗത്ത് അമേരിക്കയുടെ 40% ആമസോൺ മഴക്കാടുകളാണ്. ലോകത്തിൽ ഏറ്റവും കൂടുതൽ ജന്തുസസ്യജാലങ്ങൾ ഉള്ളതും ഇവിടെയാണ്. മരങ്ങൾ വെട്ടാനും ഭൂമി കയ്യേറുവാനും മറ്റുമായി മനുഷ്യൻ ഇതിന്റെ അതിർത്തി പ്രദേശത്ത് കടക്കാറുണ്ടെങ്കിലും ഈ കാലഘട്ടത്തിലും മനുഷ്യൻ എത്തിപ്പെടാൻ കഴിഞ്ഞിട്ടില്ലാത്ത ചില സ്ഥലങ്ങൾ അവിടെയുണ്ട്. വളരെയേറെ വൈവിധ്യവും നിഗൂഢതകളും നിറഞ്ഞതാണ് ഈ കാട്. അതുകൊണ്ട് തന്നെ ധാരാളം അപകടങ്ങൾ ഇവിടെ പതിയിരിക്കുന്നു. ഒരു പരിധി കഴിഞ്ഞാൽ ഇവിടെ എങ്ങനെയാണെന്നോ എന്തൊക്കെ ജീവികൾ ഉണ്ടെന്നോ എന്നൊന്നും നമുക്ക് ഇപ്പോഴും അറിവില്ല. ആമസോൺ കാടിനെ കുറിച്ച് നിങ്ങൾ ഒരിക്കലും കേട്ടിട്ടില്ലാത്ത രസകരമായ കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. 5 ദശലക്ഷം ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയിലുള്ള ആമസോൺ മഴക്കാടുകൾ സ്ഥിതി ചെയ്യുന്നത് തെക്കേ അമേരിക്കയിലാണ്. ബ്രസീൽ, ബൊളിവിയ, പെറു, ഇക്വഡോർ, കൊളംബിയ, വെനസ്വല, ഗയാന, സുലിനാർ, ഫ്രഞ്ച് ഗയാന എന്നീ 9 രാജ്യങ്ങളിലായാണ് ഇത് വ്യാപിച്ചു കിടക്കുന്നത്. ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ നദി എന്ന സ്ഥാനം ആഫ്രിക്കയിലെ നൈൽ നദിക്കാണ്. എന്നാൽ ഏറ്റവും കൂടുതൽ അളവിൽ ജലം ഒഴുകുന്ന നദി ആമസോൺ നദിയാണ്. 6400 കിലോമീറ്റർ കൂടുതൽ ഒഴുകുന്ന ആമസോൺ നദി ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ 2ാമത്തെ നദിയാണ്. വിസ്മയകരമായ ആൻഡീസ് മലനിരകൾ മുതൽ ബ്രസീലിലെ മനോഹരമായ ബീച്ചുകൾ വരെ ഒഴുകുന്ന ആമസോൺ നദി ഇടയിൽ 1000-ലേറെ ഉപനദികളായിട്ടും പിരിയുന്നുണ്ട്. 20 കോടി ലിറ്ററിലും കൂടുതൽ ജലമാണ് ആമസോൺ നദിയിൽ നിന്നും അറ്റ്ലാന്റിക് സമുദ്രത്തിലേക്ക് ഓരോ സെക്കൻഡിലും ഒഴുകിയെത്തുന്നത്. വൈവിധ്യമാർന്ന ഒരു വലിയ ആവാസ വ്യവസ്ഥാ കേന്ദ്രമാണ് ആമസോൺ മഴക്കാട്. 1600-ലേറെ വർഗത്തിൽപ്പെടുന്ന 39,000 കോടി മരങ്ങൾ ആമസോൺ മഴക്കാടിൽ ഉണ്ടെന്നാണ് കണക്ക്. ഇത് വലിയ മരങ്ങളുടെ മാത്രം കണക്കാണ്. ചെടികളുടെയും വള്ളികളുടെയും പായലുകളുടെയും കണക്ക് നോക്കിക്കഴിഞ്ഞാൽ 40,000-ലേറെ വ്യത്യസ്ത സസ്യജാലങ്ങൾ ഇവിടെയുണ്ട്. ആമസോണിൽ ഇതിനു പുറമെ നമ്മൾ കണ്ടെത്തിയിട്ടില്ലാത്ത സസ്യജാലങ്ങളും ഇവിടെ കാണാം. സസ്യജാലങ്ങൾ കൊണ്ട് മാത്രം ആമസോൺ മഴക്കാടിന്റെ ആവാസ വ്യവസ്ഥ പൂർണ്ണമാകുന്നില്ല. അതിന് ധാരാളം ജീവിവർഗങ്ങൾ കൂടി ഉൾപ്പെടുത്തേണ്ടതുണ്ട്. 427 പരം മാമൽസ് അഥവാ സസ്തിനി വർഗങ്ങളും 3000-ലേറെ ഫ്രഷ് വാട്ടർ മീനുകളും 1300-ലേറെ പക്ഷിവർഗങ്ങളും 378-ൽ കൂടുതൽ ഉരകജീവികളും 400-ൽ പരം ആംഫിബിയൻസ് അഥവാ ഉഭയജീവികളും ആമസോണിലുണ്ട്. ഏറ്റവും കൂടുതലുള്ളത് പ്രാണിവർഗമാണ്. ചിത്രശലഭങ്ങളും വണ്ടുകളും പുഴുക്കളുമൊക്കെ ചേർത്ത് 25 ലക്ഷത്തിലേറെ വ്യത്യസ്ത ഇനം പ്രാണിവർഗങ്ങൾ ഇവിടെയുണ്ട്. ഇതൊക്കെ നമ്മൾ തിരിച്ചറിഞ്ഞിട്ടുള്ള ജീവിവർഗത്തിന്റെ കണക്കുകളാണ്. കാടിനുള്ളിൽ ഇനിയും കണ്ടെത്തിയിട്ടില്ലാത്തതായ എത്രയോ തരം ജീവികൾ ഉണ്ടായിരിക്കും. പക്ഷെ ഇത്രയും സങ്കീർണമായ ഒരു ഇക്കോസിസ്റ്റത്തിൽ എങ്ങനെയാണ് ഇത്രയും വൈവിധ്യമാർന്ന ജീവജാലങ്ങളും സസ്യജാലങ്ങളും സമൃദ്ധമായിട്ട് ജീവിക്കുന്നത്? ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഇതൊന്നും വകവയ്ക്കാതെ നമ്മൾ ആമസോൺ കാട്ടിലേക്ക് പോയാൽ അപകടകരമായ നിരവധി മൃഗങ്ങളുടെ ആവാസ കേന്ദ്രമാണ് ഈ മഴക്കാട്. വിഷ ഉരകങ്ങൾ മുതൽ ഇരപിടിച്ച് ജീവിക്കുന്ന ജീവികൾ വരെ നിരവധി അപകടകരമായ ജീവികളെ ആമസോൺ കാടുകളിൽ കാണാൻ സാധിക്കും. വാസ്തവത്തിൽ 10 മനുഷ്യരെ വരെ കൊല്ലാൻ സാധിക്കുന്ന പോയ്സൺ ഡാർക്ക് ഫ്രോഗ് എന്ന തവളയ്ക്ക് കഴിയും. ആമസോണിൽ കണ്ടുവരുന്ന അപകടകാരികളായ ജീവികളാണ് ഗ്രീൻ അനാക്കോണ്ട, പോയ്സൺ ഡാർക്ക് ഫ്രോഗ്, ബ്രസീലിയൻ അലഞ്ഞുതിരിയുന്ന ചിലന്തി, ജാഗ്വർ, ഇലക്ട്രിക് ഈൽ, സൗത്ത് അമേരിക്കൻ റാറ്റിൽ സ്നേക്ക്, ബുള്ളറ്റിൻ ഉറുമ്പ്, റെഡ് ബീൽഡ് പിരാനകൾ,
ലോകത്തിലെ മൊത്തം പക്ഷിയിനങ്ങളുടെ 10%, ലോകത്തിൽ അറിയപ്പെടുന്ന പക്ഷികളിലെ 20% ആമസോൺ കാടുകളിലാണ് വസിക്കുന്നത്. ഭൂമിയിലെ മറ്റേതു ഭൗമ പരിസ്ഥിതിയേക്കാളും കൂടുതൽ ഇനം സസ്യങ്ങളുടെയും ജന്തുക്കളുടെയും ആവാസ കേന്ദ്രം കൂടിയാണ് ആമസോൺ മഴക്കാടുകൾ. ആമസോണിൽ ഏറ്റവും ഉയർന്ന ശബ്ദമുള്ള ജീവിയാണ് തൂക്കൻ. അർബോറിയൻ പഴം തിന്നുന്ന ഈ പക്ഷിയുടെ തിളക്കമാർന്ന നിറം ഉഷ്ണമേഖലാ മഴക്കാടുകളിൽ മറ്റുള്ള ജീവികളിൽ നിന്നു മറയ്ക്കാൻ ഈ കിളിയെ സഹായിക്കുന്നു. ആമസോൺ മഴക്കാടിനെ കുറിച്ച് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം, നിങ്ങൾക്കവിടെ ധാരാളം വലിയ കാര്യങ്ങൾ കണ്ടെത്താൻ സാധിക്കും എന്നുള്ളതാണ്. വിക്ടോറിയ ആമസോണിക്ക എന്നു പേരുള്ള ഈ വാട്ടർ ലില്ലികൾ വളരെ വലുതും കരുത്തുറ്റതുമാണ്. ഒരു കുട്ടിയുടെ മാത്രമല്ല, വളർന്നു വലുതായ ഒരു മനുഷ്യന്റെ ഭാരം വരെ ഇവയ്ക്ക് താങ്ങാൻ സാധിക്കും. വ്യത്യസ്ത കോണുകളിൽ നിന്ന് നിങ്ങൾ ആമസോൺ മഴക്കാടുകളെ നോക്കിക്കാണുമ്പോൾ അവിടെ വ്യത്യസ്ത ഇനം ജീവികളെ കാണാൻ കഴിയും. ഗോലിയാത്ത് ബേർഡ് ഈറ്റർ. ഇതിന്റെ പേര് സൂചിപ്പിക്കുന്നത് പോലെ പക്ഷികളെ ഭക്ഷിക്കാൻ കഴിയുന്ന ഭീമൻ ചിലന്തികളാണിത്. ഇവയുടെ ശരീരത്തിന്റെ നീളം 13 സെന്റിമീറ്റർ ആണ്. ഭാഗ്യവശാൽ ഇത് മനുഷ്യർക്ക് അപകടകരമല്ല. എന്നിരുന്നാലും നിങ്ങൾ ഇതിന്റെ മുകളിൽ സ്പർശിച്ചാൽ ചൊറിച്ചൽ ഉണ്ടാവുകയും ദിവസങ്ങളോളം നീണ്ടു നിൽക്കുകയും ചെയ്തേക്കാം. ആമസോൺ നദിക്ക് പുറമെ ഇവിടെ മറ്റൊരു നദിയുണ്ടെന്ന് വളരെ ചുരുക്കം പേർക്കേ അറിയൂ. ഇവിടെ ഒരിക്കലും നീന്താൻ ആഗ്രഹിക്കരുത് എന്നതാണ് മറ്റൊരു യാഥാർത്ഥ്യം. ദ ബോയിൽ റിവർ എന്നാണ് ഇത് അറിയപ്പെടുന്നത്. ഈ പേര് നേടിയത് യാദൃശ്ചികമല്ല. ഈ പേര് പോലെ തന്നെ തിളച്ചു മറയുന്ന ഒരു റിവറാണിത്. ഇതിന്റെ താപനില 93 ഡിഗ്രി സെൽഷ്യസ് വരെ നീണ്ടേക്കാം. ഈ ഒരു പ്രതിഭാസത്തിന്റെ കാരണം ഇതുവരെ ശാസ്ത്രലോകം കണ്ടെത്തിയിട്ടില്ല എന്നതാണ് മറ്റൊരു അത്ഭുതം. ആമസോൺ മഴക്കാടുകളിൽ 400 മുതൽ 500ഓളം തദ്ദേശീയരായ ഗോത്രവർഗക്കാർ താമസിക്കുന്നു. അതിൽ 50ഓളം പേർക്ക് അവരുടേതായ ഭാഷയും സംസ്കാരവുമുണ്ട്. അവർ പുറം ലോകവുമായി ഒരിക്കലും സമ്പർക്കം പുലർത്തുന്നവരല്ല. അതിൽ നാടോടികളായ വേട്ടക്കാരുമുണ്ട്. വനനശീകരണവും കന്നുകാലി വളർത്തലും കൊണ്ട് ആമസോണിൽ ഓരോ ദിവസവും 137ഓളം സസ്യങ്ങൾക്കും മൃഗങ്ങൾക്കും പ്രാണികൾക്കും വംശനാശം സംഭവിക്കുന്നു. ആമസോണിലെ ഏറ്റവും ഉയരമുള്ള വൃക്ഷമാണ് കേപ്പ് ഓക്ക് വൃക്ഷം. മറ്റ് മഴക്കാടുകളിലുള്ള വൃക്ഷത്തെക്കാൾ 200 അടി ഉയരത്തിൽ വളരുന്ന ഒരു പടുകൂറ്റൻ വൃക്ഷമാണിത്. ആമസോണിൽ മഴ പെയ്യുമ്പോൾ കാടിന്റെ നിലത്തെത്താൻ ഏകദേശം 10 മിനിറ്റ് എടുക്കും. കാരണം വനം വളരെ നിബിഡമായതിനാൽ നിലം എപ്പോഴും ഇരുട്ട് നിലനിൽക്കുന്നു. സൂര്യപ്രകാശത്തിന്റെ 1% മാത്രമേ വനഭൂമിയുടെ നിലത്ത് എത്തുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ ആമസോൺ കാട്ടിലൂടെ സഞ്ചരിക്കുന്നത് നമ്മെ ഭയപ്പെടുത്തുന്നു. 2007 മാർട്ടിൻ സ്റ്റേൽ എന്നയാൾ അതിമാരകമായ കാട്ടിലൂടെ ഒഴുകുന്ന ആമസോൺ നദിയുടെ മുഴുവൻ നീളവും നീന്തി ഗിന്നസ് ബുക്ക് ഓഫ് ദ വേൾഡ് റെക്കോർഡ് സ്വന്തമാക്കി. 5268 കിലോമീറ്റർ നദിയുടെ മൊത്തം നീളം ഒരു ദിവസം 10 മണിക്കൂർ വീതം നീന്തിക്കൊണ്ട് വെറും 66 ദിവസം കൊണ്ട് നീന്തി പൂർത്തിയാക്കി. വെറും നദിയല്ല ആമസോൺ, ആരും ഭയപ്പെടുന്ന മനുഷ്യ സഞ്ചാരമില്ലാത്ത കാട്ടിലൂടെ ഒഴുകുന്ന നദിയിലൂടെ നീന്താൻ കാണിച്ച ധൈര്യം സമ്മതിച്ചു കൊടുക്കണം. എന്നാൽ ഇയാൾക്ക് ഇത് പൂപറിക്കുന്ന ജോലിയാണ് എന്നതാണ് ഇയാളെ കുറിച്ച് അറിയുന്നവർ പറയുന്നത്. കാരണം ഇവർ ലോകത്തിലെ ഏറ്റവും വലിയ 4 നദികൾ നീന്തിയതിന്റെ ഗിന്നസ് ബുക്ക് ഓഫ് ദ വേൾഡ് റെക്കോർഡ് ഇദ്ദേഹത്തിന്റെ പേരിലാണ്. ആമസോണിൽ കാണപ്പെടുന്ന മറ്റൊരു ആകർഷക ജീവിവർഗമാണ് പിരാരുഗു. ഇത് മത്സ്യ ഇനത്തിൽപ്പെടുന്ന ഒരു ജീവിയാണ്. ഇത് അരപ്പേമ പൈച്ച എന്നും അറിയപ്പെടുന്നു. ഭീമാകാരമായ മാംസം മാത്രം ഭക്ഷിക്കുന്ന പിരാരുഗു ഏകദേശം 3 മീറ്റർ വരെ നീളത്തിൽ വളരുകയും ചെയ്യുന്നു. ഇതിനെ ഏറ്റവും മാരകമാക്കുന്നത് വായുടെ മുകൾ വശവും നാവിലും പല്ലുകൾ ഉണ്ട് എന്നുള്ളതാണ്. സഹാറ മരുഭൂമിയെ കുറിച്ച് അറിയാത്തവരായി ആരും തന്നെ ഉണ്ടാവില്ല. ആമസോൺ മഴക്കാടും സഹാറ മരുഭൂമിയും തമ്മിലുള്ള ബന്ധം എന്താണെന്ന് നോക്കാം. സഹാറ മരുഭൂമി ആമസോൺ മഴക്കാടുകളെ വളരെയധികം സ്വാധീനിക്കുന്നുണ്ട്. സഹാറയിൽ നിന്ന് ഫോസ്ഫറസ് അടങ്ങിയ പൊടിക്കാറ്റ് അറ്റ്ലാന്റിക് സമുദ്രത്തിന് മുകളിലൂടെ വീശുകയും മഴക്കാട്ടിലെത്തുകയും
സസ്യങ്ങൾക്ക് വളരാൻ സഹായമാവുകയും ചെയ്യുന്നു. നമ്മൾ അറിഞ്ഞിരിക്കേണ്ട മറ്റൊരു വസ്തുത, ലോകമെമ്പാടും നമുക്ക് ലഭിക്കുന്ന 80% ഇനം ഭക്ഷണത്തിന്റെ ഉത്ഭവം ആമസോൺ മഴക്കാടിൽ നിന്നാണ്. ആമസോണിൽ വളരുന്ന 3000-ലധികം പഴങ്ങൾ ഭക്ഷ്യയോഗ്യമാണ്. ഓറഞ്ച്, ചെറുനാരങ്ങ, അവഗാഡ്രോ, തേങ്ങ, മുന്തിരികൾ, മാമ്പഴങ്ങൾ എന്നിവയെല്ലാം ഇതിൽ ഉൾപ്പെടുന്നു. നമ്മൾ അറിഞ്ഞിരിക്കേണ്ട മറ്റൊരു സത്യം, ലോകത്തെ പാശ്ചാത്യ വൈദ്യശാസ്ത്രത്തിൻ്റെതായ ഒരു ഭാഗം ആമസോൺ മഴക്കാടിൽ നിന്നും ലഭിക്കുന്ന ചേരുവകൾ ഉപയോഗിക്കുന്നു. ക്യാൻസർ കോശങ്ങൾക്കെതിരെ പ്രവർത്തിക്കുന്ന സസ്യങ്ങളിൽ 70% ആമസോണിൽ നിന്നുള്ളവയാണ്. അതായത് ഔഷധ സസ്യങ്ങളുടെ ഒരു അപൂർവ കലവറയാണ് ആമസോൺ മഴക്കാടുകൾ. പെസ്റ്റിലാസ്റ്റിയോപെസിസ് മൈക്കോസ്പെറ ഒരു ഫംഗസ് ആണ്. ഇത് ആഗോള പ്ലാസ്റ്റിക് മലിനീകരണം പരിഹരിക്കാൻ സാധിക്കുന്നു. പ്രിയ ആനന്ദ് എന്ന വിദ്യാർത്ഥിയാണ് ആമസോൺ ഉൾക്കാടിൽ നിന്ന് ഇത് കണ്ടെത്തിയത്. 60ഓളം സാമ്പിളുകൾ അവർ പരിശോധിച്ചു. അവയിലൊന്ന് ഓക്സിജൻ ഇല്ലാതെ വളരുമെന്നും അതിജീവിക്കാൻ കഴിയുമെന്നും കണ്ടെത്തി. സമുദ്രത്തിലെയും ഓക്സിജൻ ഇല്ലാത്ത സ്ഥലങ്ങളിലെയും പ്ലാസ്റ്റിക് ഇല്ലാതാക്കാനുള്ള ഒരു ഉപകരണമായി ഈ ഫംഗസിനെ കണക്കാക്കപ്പെടുന്നു. ഇതിന്റെ ഗവേഷണത്തിലാണ് ശാസ്ത്രലോകം. ഇത് നമ്മുടെ പാരിസ്ഥിതിക പ്രശ്നങ്ങളെ പരിഹരിക്കാനാകുമെന്ന് ശാസ്ത്രജ്ഞന്മാർ പ്രതീക്ഷിക്കുന്നു. ആമസോൺ മഴക്കാടിൽ ഭയക്കേണ്ട മറ്റൊരു ഇനമാണ് ബുള്ളറ്റിൻ ഉറുമ്പ്. ഇത് വെറും ഉറുമ്പല്ല, ഇത് കടിച്ചാൽ 24 മണിക്കൂർ വരെ വേദന നീണ്ടു നിൽക്കും, കൂടാതെ മരണവും സംഭവിക്കും എന്നുള്ളതാണ് അതിശയം. മറ്റൊരു വിചിത്ര ജീവിയാണ് പിങ്ക് ഡോൾഫിൻ. ഇതിന്റെ പ്രത്യേകത മനുഷ്യനേക്കാൾ വലുതായി വളരുന്നു എന്നതാണ്. ഇതിന്റെ പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ പിങ്ക് നിറത്തിൽ കാണപ്പെടുന്നു. ഈ നിറത്തിന് കാരണം ഇതുവരെ ശാസ്ത്രലോകം കണ്ടെത്തിയിട്ടില്ല. ലോകത്തിലെ ഏറ്റവും വലിയ പുഷ്പമായ റഫ്ലേഷ്യ ഫ്ലവർ കാണപ്പെടുന്നത് ആമസോൺ മഴക്കാടുകളിലാണ്. ഇതിന് വേരുകളോ ഇലയോ കാണ്ഡങ്ങളോ ഒന്നും തന്നെ ഇല്ല എന്നതാണ് മറ്റൊരു അത്ഭുതം. ആമസോൺ കാടുകളിൽ പണ്ട് പരിവേഷണം നടത്തിയ ധാരാളം സാഹസിക സഞ്ചാരികൾ അവർ അവിടെ കണ്ട കാര്യങ്ങളും അത്ഭുതങ്ങളെക്കുറിച്ചും നേരിട്ട എക്സ്പീരിയൻസിനെ കുറിച്ചും ധാരാളം പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്. 1900 കാലഘട്ടത്തിൽ ബ്രിട്ടീഷ് ജിയോഗ്രഫർ ആയിട്ടുള്ള പേഴ്സി ഫ്യൂസെറ്റ് ആമസോണിൽ പരിവേഷണങ്ങൾ നടത്തിയ പുസ്തകത്തിൽ അന്ന് വരെ പുറംലോകം കണ്ടിട്ടില്ലാത്ത ധാരാളം ജന്തു സസ്യജാലങ്ങളെ കുറിച്ച് റിപ്പോർട്ട് ചെയ്തിരുന്നു. വർഷങ്ങൾക്ക് ശേഷം അതിൽ പലതിനെയും ഗവേഷകർ കണ്ടെത്തിയിട്ടുണ്ടെങ്കിലും അദ്ദേഹം അന്നവിടെ കണ്ടു എന്ന് അവകാശപ്പെടുന്ന ചില കാര്യങ്ങൾ ഇപ്പോഴും നിഗൂഢമായി തുടരുന്നു. അതിൽ പൂച്ചയോളം മാത്രം വലുപ്പമുള്ള നായയും പ്രത്യേക ഇനം ചിലന്തികളും മനുഷ്യനോട് സാദൃശ്യമുള്ള ചില ജീവിവർഗവും അന്ന് അദ്ദേഹം റിപ്പോർട്ട് ചെയ്തിരുന്നു. കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കാനായി അതിനുശേഷം ആമസോണിലേക്ക് പോയ പേഴ്സി ഫ്യൂസെറ്റും സംഘവും പിന്നീട് ഒരിക്കലും തിരിച്ചു വന്നില്ല. എന്നും നിഗൂഢത നിറഞ്ഞതാണ് ആമസോൺ മഴക്കാടുകൾ. ഇനിയും കണ്ടുപിടിക്കാൻ കഴിയാത്ത ഒട്ടേറെ രഹസ്യങ്ങളിൽ ഉള്ളിലൊളിപ്പിച്ച ഒരു അഭൗമ സൗന്ദര്യം. ആമസോണിന്റെ കഥകൾ ഇവിടെ അവസാനിക്കുന്നില്ല. മറ്റൊരു വീഡിയോസ് ആയിട്ട് ഞാൻ വീണ്ടും വരും. അപ്പൊ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ടാറ്റാ, ബൈ ബൈ, സീ യു, ടേക്ക് കെയർ, ബൈ.